ഖുൽ, മുഹമ്മദ് നബിയെ, പ്രവാചകരെ, താങ്കൾ പറയുക, അഊദു, ഞാൻ അഭയം തേടുന്നു, ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ നാഥനിൽ, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ, ഇലാഹിന്നാസ്, ജനങ്ങളുടെ യഥാർത്ഥ ദൈവമായ അല്ലാഹുവിൽ, മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ഷർറ്, എല്ലാ വിപത്തുകളിൽ നിന്നും, അൽ വസ്വാസിൽ ഖന്നാസ്, ദുർമന്ത്രം ചെയ്ത് പിൻവാങ്ങുന്നവയുടെ വിപത്തിൽ നിന്നും, ആപത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനഹൃദയങ്ങളിൽ ദുർമന്ത്രം ചെയ്യുന്ന, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗങ്ങളിലും മനുഷ്യവർഗങ്ങളിലും പെട്ട പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന്, ഷർറിൽ നിന്ന് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഖുർആൻ പഠന ക്ലാസിന്റെ 4ാമത്തെ ക്ലാസ്സാണ്. ആദ്യം മുഖവുര, പിന്നെ 2 ഫാത്തിഹ, 2 ക്ലാസ് ഫാത്തിഹ, ഇത് 3ാമത്തെ. ഇന്ന് നമ്മൾ ഓതി വെച്ച അധ്യായം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ സൂറത്തുൻ നാസ്, അന്നാസ്, ജനങ്ങൾ എന്ന പേരിൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സൂറ, ഒരധ്യായം, ചെറിയ അധ്യായമാണ്. വിശുദ്ധ ഖുർആനിലെ സീരിയൽ നമ്പറിൽ 114ാമത്തെ അഥവാ അവസാനത്തെ അധ്യായമാണ്. ഇപ്പൊ നമ്മൾ 1ാമത്തെ അധ്യായത്തിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് 114ാമത്തെ അധ്യായത്തിലേക്കാണ്. ഇതും അതിന്റെ അടുത്ത ഒരു സൂറത്തും, അതായത് സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത്, രണ്ടും കുൽ അഊദു എന്നതുകൊണ്ട് തുടങ്ങുന്ന, അങ്ങനെ 2 വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായം. ഈ 2 സൂറത്തുകൾക്കും കൂടി ഒരു പേരുണ്ട്, മുഅവ്വദത്തൈനി എന്നാണ് അതിന്റെ അർത്ഥം. അഭയാർത്ഥന സൂറകൾ എന്നർത്ഥം, അഭയം അർത്ഥിക്കുന്ന സൂറകൾ, മുഅവ്വദത്തൈനി എന്നാണ് അതിന്റെ അറബി വാക്ക്. അങ്ങനെ ഈ സൂറകളുടെ ഒരു പര്യായമായിട്ട് മുഅവ്വദത്തൈനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇത് ഒരു ട്വിൻസ് പോലെയാണ്, ഒരുപാട് സാമ്യതകളുണ്ട്. സാധാരണ ട്വിൻസിന് 2 പേര്, 2 ഐഡന്റിറ്റി ഉണ്ട്. ഒറ്റ ഐഡന്റിറ്റിയിൽ ട്വിൻസുകൾ വിളിക്കപ്പെടാറില്ല. പക്ഷെ ഇതിന് 2 നാമകരണം ഉണ്ടെങ്കിലും കോമൺ ആയിട്ടൊരു പേര് ഉണ്ട്, മുഅവ്വദത്തൈനി. അത്രമേൽ വിഷയ സാദൃശ്യവും പശ്ചാത്തല ബന്ധവും ഉള്ള സൂറത്തുകളായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. ഈ 2 സൂറത്തുകൾക്കും കൂടി ഞാൻ ഒരാമുഖമേ പറയുന്നുള്ളൂ. ഇനി റബ്ബുൽ ഫലക്കിന് വേറെ ഒരു ആമുഖം പറയേണ്ടതില്ല. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ അവതീർണമായ സൂറത്താണ്, അല്ലെങ്കിൽ സൂറത്തുകളാണ് എന്ന് പ്രബല പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇമാം ഹസൻ ബസ്രി, ജാബിർ ബിൻ സയ്യിദ്, ഇക്രിമ, അത്താ പോലുള്ള മഹാപണ്ഡിതന്മാരും ഇത് മക്കി സൂറയാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 2 റിപ്പോർട്ടുകളിൽ ഒരു റിപ്പോർട്ട് മക്കിയാണെന്നും മറ്റൊന്ന് മദനിയാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുഹദ്ദിസുകളായ ഇമാം അഹ്മദ്, തുർമുദി, നസായി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ തുടങ്ങിയവരും മറ്റ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പോലുള്ള പ്രമുഖരായ സഹാബികളിൽപ്പെട്ട ആളുകളും എല്ലാം ഈ സൂറത്ത് മദനിയാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ അങ്ങനെ അഭിപ്രായപ്പെടുവാനുള്ള ഒരു കാരണം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിൽ വെച്ച് ചില
ജൂതന്മാർ വിഷം കൊടുത്ത് അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അതേപോലെ തന്നെ സഖ്യകക്ഷികളെയും ഒക്കെ കൂട്ടി പ്രവാചകനെതിരെ യുദ്ധത്തിനു വേണ്ടി ശ്രമിച്ചപ്പോഴുമൊക്കെ അതിന് ഒരു പിൻബലമായിക്കൊണ്ട് അള്ളാഹുവിൽ അഭയം, അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു പിൻബലമായിക്കൊണ്ട് അള്ളാഹുവിൽ അഭയം ചോദിക്കുവാൻ വേണ്ടി അള്ളാഹു തആല ഇറക്കിയ ആയത്തുകളാണ് എന്നതാണ് ഖത്താദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന, ഉഖ്ബത്ത് ബിൻ ആമിറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സൂറത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതി ഇത് മക്കിയായ സൂറയാണ് എന്നുള്ളതിനാണ് പ്രമുഖമായ പ്രാബല്യമുള്ളത്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ശക്തിപ്പെടുത്തുകയും അതിനെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ ഏതാണ്ടൊരു കടന്നൽ കൂട്ടിൽ കല്ലെടുത്തിടുന്ന ഒരനുഭവമാണ് ഇസ്ലാമിക പ്രബോധനം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെ ഇസ്ലാമിക പ്രബോധനവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇറങ്ങി നടന്നപ്പോൾ ഉണ്ടായത്. കടന്നൽ കൂട്ടിൽ കല്ലിട്ടാലത്തെ അവസ്ഥ പോലെ കടന്നലുകൾ ഇളകി കുഫാറുകൾ, കാഫിറുകൾ, അവിശ്വാസികൾ, ഖുറൈശി നേതാക്കന്മാർ പ്രവാചകനെതിരെ ഇളകി. അവർ ഒരുപാട് കിംവദന്തികൾ പറഞ്ഞു വരുത്തി, ഊഹാപോഹങ്ങൾ കെട്ടിച്ചമച്ചു, നുണകൾ പ്രചരിപ്പിച്ചു. പ്രവാചകനെ അവമതിക്കുവാൻ പരമാവധി അവർ ശ്രമിച്ചു, അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഗൂഢാലോചനകൾ നടത്തി രാത്രിയിൽ വധിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ അനുയായികൾ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായി. ചിലരെ എല്ലാം വധിച്ചു. അങ്ങനെ അക്രമത്തിന്റെ, മർദ്ദനത്തിന്റെ, പീഡനത്തിന്റെ കെട്ടഴിച്ചു വിടുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇതിനെയൊക്കെ ചെറുത്തു നിൽക്കുവാനുള്ള ഒരാത്മീയമായ പിൻബലം നൽകി താങ്കൾക്ക് അള്ളാഹു മതി, വിശ്വാസികൾക്ക് അള്ളാഹു മതി, അള്ളാഹുവിൽ അഭയം തേടുന്നവനെ അവൻ കൈ ഒഴിക്കുകയില്ല എന്ന ദൃഢമായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പിന്നീട് മദീനയിലും സമാനമായ അവസ്ഥ ഉണ്ടായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകനോട് ഈ 2 സൂറത്തുകൾ താങ്കൾ പാരായണം ചെയ്യൂ പ്രവാചകരെ, വിഷം കൊടുത്ത സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ അങ്ങനെ പാരായണം ചെയ്യൂ പ്രവാചകരെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറഞ്ഞതായും ചില മുഫസ്സിറുകൾ വിലയിരുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിനാണ് പ്രാമുഖ്യം. അതാണ് ശരിയായ കാഴ്ചപ്പാടായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോ ശരണാർത്ഥന ഉൾക്കൊള്ളുന്ന, അഭയാർത്ഥന ഉൾക്കൊള്ളുന്ന 2 സൂറകൾ മുഅവ്വദത്തൈനി, അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും. ഇതിൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ വിചാരിക്കുന്നത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തുൻ നാസ് എന്ന അധ്യായം. വിശുദ്ധ ഖുർആനിലെ 114ാമത്തെ സീരിയലിൽ കാണുന്ന അധ്യായം. ഇതില് 6 ആയത്തുകളാണ് ഉള്ളത്. അതിന്റെ അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയൂ, അഊദു, ഞാൻ അഭയം തേടുന്നു, ചോദിക്കുന്നു, ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിൽ, മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവിൽ, ഇലാഹിൻ നാസ്, ജനങ്ങളുടെ യഥാർത്ഥ ദൈവത്തിൽ. എന്തിൽ നിന്നാണ്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ആവർത്തിച്ച് വന്ന് ദുർമന്ത്രം ചെയ്ത് പിൻവാങ്ങുന്നവയുടെ ഷർറിൽ നിന്ന്, വിപത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, കുഴപ്പത്തിൽ നിന്ന്. അല്ലതി, എങ്ങനെയുള്ളവനാണവർ, അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാണവൻ? യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനഹൃദയങ്ങളിൽ ദുർമന്ത്രവാദം നടത്തുന്നു, മന്ത്രിക്കുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ഇത്തരം ആളുകൾ ജിന്നുകളിൽപ്പെട്ടവരുണ്ട്, മനുഷ്യരിൽപ്പെട്ടവരുണ്ട്. ഈ ദുർമന്ത്രത്തിനു വേണ്ടി ജനങ്ങളെ
വസ്വസത്തിൽ അകപ്പെടുത്തി പിൻവാങ്ങുന്ന ജനങ്ങൾ രണ്ടു കൂട്ടരുമാണ്. അവരിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു. ഇതാണ് സൂറത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു ധർമ്മം ഈ സൂറത്ത് നിർവഹിക്കുന്നുണ്ട്. അത് സർവവിധ ഭയത്തിൽ നിന്നും സർവവിധ കുഴപ്പത്തിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ ഫിത്നയും നാശവും ഉണ്ടാക്കിക്കൊണ്ട് പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ വശീകരിക്കുവാനും വശത്താക്കുവാനും വഴിതെറ്റിക്കുവാനും വേണ്ടി നടക്കുന്ന സകല ജിന്ന് മനുഷ്യ പിശാചുക്കളിൽ നിന്നും രക്ഷ തേടുവാനുള്ള ഒരു മാർഗം, ഒരു ദുആ, ഒരു പ്രാർത്ഥന, ഒരു ശരണാർത്ഥന അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇലാഹിന്നാസ് എന്ന് പറയണ്ടായി. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അപ്പൊ റബ്ബ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റബ്ബുൽ ആലമീനൊക്കെ നമ്മൾ ഫാത്തിഹയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മലിക്ക്, മാലിക്, മലിക്ക്. ഇവിടെ ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ രണ്ട് സൈസ് ഉണ്ട്, രണ്ട് തരമുണ്ട്. ഒന്ന് യാതൊരു അർഹതയില്ലാത്ത, ഇബാദത്തിന് ഒരു അർഹതയില്ലാത്ത, എന്നാൽ ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, അവർ സ്വയം അതിന് അവകാശപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരെ അർഹിക്കാത്ത ആളുകളുണ്ട്. രണ്ടാമത്, ജനങ്ങൾ ഇബാദത്ത് ചെയ്താലും ഇബാദത്ത് ചെയ്തില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇബാദത്തിന് അർഹനായവനുണ്ട്. അവനാണ് അല്ലാഹു തആല. അത് ജനങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അള്ളാഹുവാണ് ഇബാദത്തിന് അർഹൻ. മറ്റുള്ളവർ ആരും തന്നെ ഇബാദത്തിന് അർഹരില്ല. ആ നാഥനിലാണ് ഞാൻ അഭയം തേടുന്നത്. ഞാൻ അഭയം തേടുന്ന ശക്തി റബ്ബുന്നാസ്, ജനങ്ങളുടെ നാഥനാണ്, ജനങ്ങളുടെ യജമാനനാണ്, ജനങ്ങളുടെ യഥാർത്ഥ ദൈവമാണ്. നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞ പോലെ, ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്ന അള്ളാഹു, ഞാൻ നേരായ മാർഗം ചോദിക്കുന്ന അള്ളാഹു, അവൻ റഹ്മാനാണ്, റഹീമാണ്, റബ്ബുൽ ആലമീനാണ്, മാലിക് യൗമിദ്ദീനാണ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ ഈമാനികമായിട്ടും ധാർമ്മികമായിട്ടും മാനസികമായിട്ടും ശക്തിപ്പെടുത്തുകയാണ്. ഒരു പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശമതനാകാതെ ഭയചകിതനാകാതെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സകലമാന വിപത്തുകളിൽ നിന്നും എനിക്ക് വേറെ ആരും വേണ്ട, അള്ളാഹു മാത്രം മതി, ഞാൻ അള്ളാഹുവിൽ മാത്രമേ അഭയം ചോദിക്കുകയുള്ളൂ എന്ന ശക്തമായ മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരിലെ. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരു ജിന്നിനും ഒരു പിശാചിനും ഒരു ശൈത്താനും കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ ജിന്ന് പിശാചിന്റെയൊക്കെ പുറകിൽ പോകുന്നത് തന്നെ വളരെ തെറ്റായ മാർഗമാണെന്നും കാഫിറുകളുടെ പണിയാണെന്നും വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ജിന്നിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ജിന്നിൽ ഒരു ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, വഅന്നഹു കാന റിജാലുൻ മിനൽ ജിന്നി യഊദൂന ബിരിജാലിൻ വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖ. അതായത് മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് ശരണം ചോദിച്ചിരുന്നു, അഭയം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അത് അവർക്ക് ഗർവ് കൂട്ടി. ആർക്ക്? ജിന്നുകൾക്ക് പിന്നെ ഗർവ് കൂട്ടി. അപ്പോ അള്ളാഹു അല്ലാതെ മറ്റുള്ള ആളുകളോട്, ശക്തികളോട്, വ്യക്തികളോട് അഭയം ചോദിക്കുന്നത് കാഫിറിന്റെ അഥവാ നിഷേധത്തിന്റെ, കുഫറിന്റെ, ഷിർക്കിന്റെ പണിയായിട്ട് വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഈ സൂറയിൽ അങ്ങനെ മനുഷ്യനെ ശക്തനാക്കുകയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ മനുഷ്യരെ കൂടെ കൂടെ, വസ്വസ് എന്നൊക്കെ പറഞ്ഞാല് സൽസലത്ത് പോലെയാണ്, തുടർ ചലനങ്ങള്. ഒരു ഭൂകമ്പല്ല, സൽസല, പിന്നെ തുടർ ചലനങ്ങൾ. അതുപോലെ വസ്വസത്ത്, ഒരു പ്രാവശ്യം മന്ത്രിച്ചിട്ട് പോവുക, ഒരു പ്രാവശ്യം പ്രലോഭിച്ചിട്ട് പോവുക, അങ്ങനല്ല. പല രീതിയിൽ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി സമീപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ പിശാചുക്കള്, അതേപോലെ തന്നെ ജിന്ന് പിശാചുക്കള്. അവരാണ്. അവർ ചിലപ്പോൾ സ്നേഹിതന്മാരുടെ കൂട്ടത്തിലായിരിക്കും, ചിലപ്പോൾ സ്ത്രീകളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ആണുങ്ങളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മക്കളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അവർ സമീപിച്ച് നമ്മളെ നമ്മുടെ നേരായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ പറയുന്നത് വസ്വസത്ത്. അത് തുടർ ചലനങ്ങളെ പോലെ തുടർ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ക്രിയാരൂപം കൂടി ആണ്. ഖന്നാസ്, പിന്തിരിഞ്ഞുകളയും, അടുത്ത് നിൽക്കൂല, ഇങ്ങനെ മന്ത്രിച്ചിട്ട് പോവും.
ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കുഫാറുകളെ ജാബുജാഹിലിനെ മറ്റും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്തിരിഞ്ഞു പോയല്ലോ. ആ പിന്തിരിഞ്ഞു പോയതുപോലെയാണ്. അങ്ങനെയാണ് ഇവന്റെ ഒരു സ്വഭാവം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ജനഹൃദയങ്ങളിലാണ് അവർ മന്ത്രിക്കുന്നത്, വസ്വസത്തുണ്ടാക്കുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഇക്കൂട്ടരുടെ ചെയ്തികളിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നിൽ അഭയം ചോദിക്കുന്നു എന്നതാണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നമ്മളെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമുക്ക് വഴിതെറ്റിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവനിൽ അഭയം തേടുന്നുവെങ്കിൽ. പേടിപ്പിക്കുവാനോ പ്രലോഭിപ്പിക്കുവാനോ വരുന്ന ശക്തികളോടും വ്യക്തികളോടും ഉള്ള സമീപനമാണ് ഈ ഖുർആൻ ഇവിടെ വരച്ച് കാണിക്കുന്നത്. അതിന് വശംവദനാകാതെ, അതിന് വഴിപ്പെടാതെ, അവരുടെ പ്രലോഭനങ്ങൾക്ക് നിന്നു കൊടുക്കാണ്ട് സകല പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേരുക. അതാണ് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിഅ എന്ന് പറയുന്നത്. മുറുകെ പിടിക്കുക, അള്ളാഹുവിലേക്ക് മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. അപ്പോൾ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും, അത് മനുഷ്യ പിശാചാവട്ടെ ജിന്ന പിശാചാവട്ടെ, നമ്മളെ ഉപദ്രവിക്കുവാനോ നമ്മളെ പ്രലോഭിപ്പിക്കുവാനോ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനോ അവർക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നേരായ മാർഗത്തിൽ അടിയുറച്ച് നിലനിർത്തുമാറാകട്ടെ. സകലവിധ മനുഷ്യ പിശാചുകളുടെയും ജിന്ന പിശാചുകളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.